നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. റയാൻ വില്യംസ് ഇന്ത്യൻ ടീമിലേക്ക് പോടാ, ഫേക്ക് അടിച്ചിറക്കാതെ പോടാ, ഇതായിരിക്കും പലർക്കും കമൻ്റ് ഇടാൻ ഇപ്പോൾ തോന്നുന്നുണ്ടാവുക. പക്ഷേ സംഗതി യാഥാർത്ഥ്യമാണ്. രണ്ട് ഫോറിൻ ബേസ്ഡ് പ്ലെയേഴ്സിനെ AFF ഇതാ ഇന്ത്യൻ ടീം ക്യാമ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിലൊരാൾ റയാൻ വില്യംസ് ആണ്, 31കാരനായിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്നുള്ള റയാൻ വില്യംസ്. മറ്റൊരാൾ 27കാരനായിട്ടുള്ള ഡിഫൻഡർ അബ്നീത് ഭാരതിയാണ്. ഈ രണ്ട് താരങ്ങളെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിലേക്ക് വിളിച്ചിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫോറിൻ ബേസ്ഡ് പ്ലെയേഴ്സിനെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിലേക്ക് വിളിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസത്തെ ക്യാമ്പിലേക്കാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത്. ക്യാമ്പ് ബംഗളൂരുവിൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. AFC ഏഷ്യൻ കപ്പിനുള്ള ക്വാളിഫയർ മത്സരമാണ്. ബംഗ്ലാദേശിനെതിരെ ധാക്കയിലാണ് കളി. നവംബർ 18 മത്സരം. അപ്പോൾ അതിലേക്ക് ഡിഫൻഡർ ഭാരതി ആരാണ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളാണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാഡമിയ ഡെൽ ബലോംപി ബൊളീവിയാനോ ABB എന്ന ക്ലബിനാണ്. അത് ബൊളീവിയൻ ലീഗിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ടീമാണ്. പിന്നെ പെർത്തിൽ ജനിച്ചിട്ടുള്ള വില്യംസ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന റയാൻ വില്യംസ്, ബംഗളൂരു FCയിലൊക്കെ കളിച്ചിട്ടുള്ള റയാൻ വില്യംസ് ഇപ്പം അദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. സോ അദ്ദേഹത്തെ കൂടി ടീമിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇവരെ ഇപ്പോൾ ക്യാമ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സാറ്റിസ്ഫാക്ടറി ആണ് അവരുടെ ക്യാമ്പിലെ പെർഫോമൻസ് എങ്കിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദി ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്. AFFൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ ഈ വിഷയത്തിൽ പറയുന്നത്, ഇഫ് ദേ ലിവ് അപ്പ് ടു ദി എക്സ്പെക്റ്റേഷൻ ഇൻ ദി ക്യാമ്പ് ദെൻ ദേ വിൽ ട്രാവൽ ടു ധാക്ക ഫോർ ദി മാച്ച് എന്നാണ്. ക്യാമ്പിൽ അവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയാണെങ്കിൽ ധാക്കയിലേക്ക് ഈ മത്സരത്തിന് വേണ്ടി ഈ താരങ്ങൾ ഇന്ത്യൻ ടീമിനോടൊപ്പം യാത്ര ചെയ്യും. അപ്പോൾ ഇന്നലെ ഖാലിദ് ജമീൽ ഇന്ത്യയുടെ പ്രോബബിൾ സ്ക്വാഡ് അനൗൺസ് ചെയ്തിരുന്നു. അതിൽ പക്ഷേ ഈ താരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തായാലും ഇവരെ ഇപ്പോൾ ക്യാമ്പിലേക്ക് വിളിച്ച് പെർഫോമൻസ് നല്ലതാണെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തും. പിന്നെ ഈ ഭാരതിയുടെ കാര്യം കല്യാൺ ചൗബ പറഞ്ഞത്, വി കെയിം ടു നോ അബൌട്ട് ഭാരതി ഫ്രം ഇന്ത്യൻ എംബസി ഇൻ ബ്രസീലിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് ഭാരതിയെക്കുറിച്ച് അറിയുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഡിഫൻഡറാണ്. പിന്നെ വില്യംസിൻ്റെ കേസിൽ നമ്മൾ കുറച്ചുകൂടി പേഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ കണക്ഷൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണല്ലോ. അദ്ദേഹത്തിന് ഇന്ത്യൻ കണക്ഷൻ വരുന്നത് ഫ്രം ഹിസ് മദറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽ മുംബൈയിൽ ജനിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ കണക്ഷൻ. അപ്പോൾ ഇന്ത്യൻ ഒറിജിനാണ് റയാൻ വില്യംസും. ഏതായാലും റയാൻ വില്യംസിന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ സുനിൽ ഛേത്രി, കല്യാൺ ചൗബയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് ഇപ്പോൾ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടി. ഇനി ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിന് കളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വില്യംസ് ഫൈനൽ ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് വൺസ് ഇറ്റ് കംസ് ഹി വിൽ ജോയിൻ ദി ക്യാമ്പ് അണ്ടർ നാഷണൽ കോച്ച് ഖാലിദ് ജമീൽ. സോ ഭാരതി അതുപോലെ തന്നെ ടീംമേറ്റ്സിനോടൊപ്പം അധികം വൈകാതെ ചേരുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടുപേരെയും ഇന്ത്യൻ ടീം ക്യാമ്പിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.